വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഇന്ന് പുലർച്ചെ 6 മണിക്ക് എമ്പുരാൻ സിനിമ ഞാൻ പോയി കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. അപ്പോൾ ആദ്യം ഈ സിനിമയിൽ ഞാൻ കണ്ട പോരായ്മകൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. പോരായ്മകൾ ഇതിൽ കുറച്ചുണ്ട്, പറയാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറയാം. അതിനുശേഷം ഈ സിനിമയുടെ നല്ല വശങ്ങൾ, ഇത് എങ്ങനെയായിരുന്നു എന്ന് പറയാം. അപ്പോൾ അതിനൊക്കെ മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. പൃഥ്വിരാജ് താനൊരു ചെറിയ സിനിമ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ പോയി കണ്ടാൽ അറിയാം എന്താണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന തരത്തിൽ ഒരു മികച്ച ഡയറക്ഷൻ ചെയ്ത് ഒരു ഹോളിവുഡ് മൂവിയുടെ റേഞ്ചിൽ പൃഥ്വിരാജ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് അങ്ങേര് ഇതിൽ ഒരു നല്ല സയ്യിദ് മസൂദായിട്ട് നല്ലൊരു വേഷം ചെയ്തിട്ടുമുണ്ട്. അത് ലൂസിഫറിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ്. പക്ഷേ ഇതിൽ സയ്യിദ് മസൂദിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൃഥ്വിരാജിന് ആ കാര്യത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി ഈ സിനിമയിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ ഇടവേള വരെയും സിനിമ സ്ലോ മോഷനിലാണ് പോകുന്നത്. സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ ലാഗിലല്ല, ഇതിൽ ഇടവേള വരെയും കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടും അതേപോലെ മതപരമായിട്ടും പിന്നെ തീവ്രവാദപരമായിട്ടും അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടെങ്കിലും സ്ലോ മോഷനിലാണ് സിനിമ മൂവ് ആകുന്നത്. അതേപോലെ ഡയലോഗുകളൊക്കെ സ്ലോവിലാണ് പറയുന്നത്. ഇതിൽ കുറേ വിദേശ ആക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കുള്ള ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജെറോം ഫ്ലിന്, അതേപോലെ എറിക് എബണി, അതേപോലെ മറ്റ് വിദേശ ആക്ടേഴ്സ് അവർക്കൊക്കെ സിനിമയിൽ ഉണ്ടെന്നേ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്, അതാരാന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ സിനിമ അങ്ങനെ സ്ലോവിൽ പോകുന്നതായിട്ടാണ് ഫീൽ ആകുന്നത്. മാത്രമല്ല ഈ ഇടവേള വരെയും സ്റ്റീഫൻ നെടുമ്പള്ളിക്കോ അല്ലെങ്കിൽ ഖുറേഷി അബ്രാമിനോ അല്ലെങ്കിൽ സയ്യിദ് മസൂദിനോ ഒരു ആക്ഷൻ രംഗങ്ങൾ പോലും ഇല്ല. അത് നമുക്ക് വളരെയധികം നിരാശ തരുന്നുണ്ട്. ഇടവേളയായി പുറത്തിറങ്ങുമ്പോൾ സിനിമ എന്താ ഇതുവരെയും കാര്യങ്ങളിലേക്ക് എത്താത്തത് എന്നൊരു നിരാശ ഈ സിനിമ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടയിൽ കൂടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥാപാത്രത്തിന് ശരിക്കും ലൂസിഫറിൽ അങ്ങേർക്കാണല്ലോ പ്രാധാന്യം. പക്ഷേ ഇതിൽ കാര്യമായിട്ട് ഖുറേഷി അബ്രാമിനാണ്. അപ്പോൾ ഖുറേഷി അബ്രാമിനെ കാണിക്കുന്ന സമയത്ത്, അതായത് എൻ്റർ ആകുന്ന സമയത്ത് കൊടുക്കുന്ന ആ ഒരു മ്യൂസിക് അത് ഗംഭീരമായിരുന്നു. മ്യൂസിക്കിലേക്ക് ഞാൻ പിന്നെ വരാം. പക്ഷേ ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാര്യമായിട്ട് കാണിക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് PK രാംദാസ് മരണപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അങ്ങേര് വരുന്ന സമയത്ത് കാറിനെ അകത്തേക്ക് പോലീസ് കടത്തി വിടുന്നില്ല. കാറല്ലേ പോകാൻ പറ്റാത്തുള്ളൂ, ഞാൻ നടന്നു പോയിക്കോളാൻ പറഞ്ഞ് പുള്ളി അവിടുന്ന് അങ്ങോട്ട് നടന്നു വരുന്ന ആ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഒരു രംഗം അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിൽ കൊടുത്തിരിക്കുന്ന മ്യൂസിക്, അതേപോലെ തന്നെ അതിൽ ആ ലാലേട്ടൻ്റെ ആ ചെരിഞ്ഞുള്ള നടത്തം, ആ കൂടെ ഉള്ള ആ പാർട്ടിക്കാരും അതേപോലെ കൂട്ടാളികളുമൊക്കെ ആയിട്ടുള്ള ആ ചെരിഞ്ഞുള്ള നടത്തമൊക്കെ, അതിൽ ആ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഹീറോയിസം, അതേപോലെ രാഷ്ട്രീയം, അതേപോലെ ആ പവർ എല്ലാം എടുത്തു കാണിക്കുന്ന ഒരു സീനായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഖുറേഷി അബ്രാമിനെ കാണിക്കുന്ന സമയത്ത് ആ ഒരു മ്യൂസിക് ഗംഭീരമാണ്. പക്ഷേ ആ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഒരു ഹീറോയിസം ഇതിൽ ആ എൻ്ററാകുന്ന സമയത്ത് തോന്നുന്നില്ല. കാരണം എപ്പോഴും സ്ലോ മോഷനിൽ തന്നെയാണ് ഖുറേഷി അബ്രാമിൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുഴപ്പമില്ല, എൻ്ററാകുന്ന സീനും ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അത്രയ്ക്കൊരു ഫീലിംഗ് എനിക്ക് ലഭിച്ചില്ല. പിന്നെ അതേപോലെ ഈ സിനിമയിൽ പേഴ്സണലായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബൈബിളിലെ വചനങ്ങളെയൊക്കെ ചെകുത്താൻ അനുകൂലമാകുന്ന രീതിയിൽ മാറ്റി പറയുന്നുണ്ട് ഡയലോഗ്. അതേപോലെ തന്നെ ഇതിൽ കുരിശൊക്കെ മേലെന്ന് താഴേക്ക് വീണ് അങ്ങോട്ട് കത്തുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ചെകുത്താൻ അനുകൂലമാകുന്ന രീതിയിൽ ആ ഒരു ദൈവികമായ കാര്യങ്ങളെ പിന്നെ അതേപോലെ ഡയലോഗുകളെയൊക്കെ മാറ്റിയത് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അതവിടെ ഇരിക്കട്ടെ. ഞാൻ മറ്റുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ ഇതിൽ
മാർക്കോ സിനിമയിൽ ഒരു ഗർഭിണിയെ ക്രൂരമായിട്ട് കൊല്ലുന്ന രംഗമുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയിലും ഒരു ഗർഭിണിയോട് അതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ ഗർഭിണിയായ അവസ്ഥയിലുള്ളവരോട് ഇങ്ങനത്തെ വയലൻസ് സിനിമയിൽ കാണിക്കുന്നത്? അതും എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ ഈ സിനിമയിൽ അതിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടതുണ്ട്. സയ്യിദ് മസൂദിൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിൽ നല്ല ത്രില്ലിങ്ങോടെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഗർഭിണികളെയൊക്കെ അങ്ങനെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീനുകൾ വേണ്ട എന്നെനിക്ക് തോന്നി. പിന്നെ അതേപോലെ ജതിൻ രാമദാസിനെ ചെയ്ത ടൊവിനോ, അത് ലൂസിഫറിൽ അങ്ങേരെ ഒരു പ്രസംഗം ചെയ്യുന്നുണ്ട് പാർട്ടിക്കാരുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട്. അത് ഗംഭീര ഹൈപ്പായിരുന്നു, നന്നായിരുന്നു. പക്ഷേ ഇതിൽ ടൊവിനോയുടെ കഥാപാത്രം പോരാ. കാരണം അത് കഥയ്ക്ക് വേണ്ടിയിട്ട് മുരളി ഗോപി അങ്ങനെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് ടൊവിനോ തന്നെ ചെയ്യണമല്ലോ. ലൂസിഫറിൽ ടൊവിനോയാണ് ജതിൻ രാമദാസിനെ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിലും അങ്ങേര് തന്നെ ചെയ്യണം. അപ്പോൾ ടൊവിനോയ്ക്ക് ഇതിലുള്ള പ്രാധാന്യമൊക്കെ ഉണ്ട്. പക്ഷേ അത് വേറെ രീതിയിലാണ്. പിന്നെ അവസാനമാകുമ്പോഴേക്കും അതങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ടൊവിനോയ്ക്ക് ഇടയിൽ കൂടെ ഈ സിനിമയിൽ എന്താണോ അങ്ങേർക്ക് കൊടുത്തിരിക്കുന്നത് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഒരു നല്ല ഹീറോയിസം ഒക്കെ കൊടുക്കാമായിരുന്നു, അതുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പോരായ്മകളായിട്ട് തോന്നിയത്. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. ഈ ചാനലിൽ എല്ലാ സിനിമകളുടെയും റിവ്യൂ വീഡിയോകൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സിനിമ റിലീസാവുന്ന അന്ന് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമ ഇടവേളയ്ക്ക് ശേഷം, ഞാൻ പറഞ്ഞില്ലേ ഇടവേള വരെ അത്ര സുഖം ഉണ്ടായിരുന്നില്ല എന്ന്, ഇടവേളയ്ക്ക് ശേഷം ലൂസിഫറിൽ ആ ഒരു പൂട്ടിക്കിടക്കുന്ന കമ്പനിയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി പോയിട്ട് ഒരു ആക്ഷൻ രംഗമുണ്ടല്ലോ, പൊടിച്ച ഒരു ആക്ഷൻ, ഒരാളുടെ തലയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പുള്ളി നടക്കുമ്പോൾ ആ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേപോലത്തെ മുണ്ട് മടക്കി കുത്തിക്കൊണ്ടുള്ള ഒരു ആക്ഷൻ സീന് ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ സിനിമയിൽ കുറേ ആക്ഷൻ രംഗങ്ങളുണ്ട്. അത് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ടുമുണ്ട്, ഖുറേഷി അബ്രഹാമായിട്ടുമുണ്ട്, അതേപോലെ സയ്യിദ് മസൂദിന് പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിനുമുണ്ട്. അപ്പോൾ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വിദേശ ആക്ടേഴ്സ് കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ അഭിനയവും അതേപോലെ ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ഹോളിവുഡ് സിനിമയുടെ ലെവലിലാണ് കേട്ടോ മേക്ക് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ലോവിലുള്ള ഡയലോഗും സ്ലോ മോഷനിലുള്ള കുറേ ഹൈപ്പ്, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഹൈപ്പ് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ആക്ഷൻ രംഗങ്ങൾ കൂടി ഇല്ലാത്തത് കൊണ്ട് ആ ഹൈപ്പിനൊരു സുഖമില്ലാതായി പോയതാണ് ആ ഒരു ഇടവേള വരെ. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം നല്ല ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ മഞ്ജു വാര്യർക്ക് ഇടവേള വരെ വലിയ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും ജതിൻ രാമദാസ് എന്ന കഥാപാത്രത്തിന് ലൂസിഫറിൽ ഉള്ള ആ ഒരു ഹൈപ്പ് എന്തായിരുന്നോ അത് ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് അഭിമന്യു സിംഗ് ആണ് കേട്ടോ. ബൽരാജ് എന്ന കഥാപാത്രത്തെ കക്ഷി ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് കക്ഷിയാണ് ഇതിലെ പ്രധാന വില്ലൻ. അപ്പോൾ സയ്യിദ് മസൂദിൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങേര് ചെയ്യുന്ന വയലൻസ് ഒക്കെ ഭയങ്കരമാണ്. അതേപോലെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങേരാണ് ഇതിൽ വില്ലൻ, കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ പുറത്ത് ഡ്രാഗൻ്റെ ആ ചിത്രമുള്ള വില്ലൻ, അത് ആരാണെന്ന് കുറേ പേര് പല ഊഹങ്ങളും പറഞ്ഞിരുന്നല്ലോ. ആ പറഞ്ഞിരുന്ന ഊഹങ്ങളിലുള്ള ഒരാൾ തന്നെയാണ് ഇതിലെ വില്ലൻ. അപ്പോൾ അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, അത് സിനിമ കണ്ട് മനസ്സിലാക്കാം. പക്ഷേ ആ ഒരു വില്ലന് ഈ സിനിമയിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അത് തേർഡിലായിരിക്കും ഉണ്ടാവുക എന്ന് ഇതിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും വില്ലൻ ആരാണെന്ന് മനസ്സിലായത് അതൊരു ഗംഭീര ആക്ടർ തന്നെ ആണ്. പിന്നെ അതേപോലെ സയ്യിദ് മസൂദിൻ്റെ ചെറുപ്പം ചെയ്തിരിക്കുന്നത് കാർത്തികേയ ദേവാണ്. ആ പയ്യൻ സലാറിൽ അഭിനയിച്ച പയ്യനാണ്. കുട്ടി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഖുറേഷി അബ്രാമിൻ്റെ ചെറുപ്പക്കാരനായിട്ട് ഇതിലൊരാൾ അഭിനയിക്കുന്നുണ്ട്.
അഭിനയിച്ചിട്ടുണ്ട്. അതാരാണെന്ന് ഇതുവരെ അങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് എവിടെയും ഇതുവരെ ഓൺലൈനിലൊന്നും പറഞ്ഞ് കണ്ടില്ല. അതും ഒരു സസ്പെൻസ് ആക്ടർ തന്നെയാണ്. കക്ഷി ഇതുവരെ ഇങ്ങനെ ഒരു ആക്ഷനൊക്കെ ഉള്ള റോള് ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. അത് ഗംഭീരമായിട്ടുണ്ട്. അതാരാണെന്ന് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. കാരണം ആ ഒരു കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മൾ ഈ സിനിമയിൽ പ്രതീക്ഷിച്ച ആ സസ്പെൻസിലുള്ള ആൾക്കാരെക്കാളും ഒരു സസ്പെൻസ് ഉള്ള ഒരാളെ തന്നെയാണ് കാണിക്കുന്നത്. അതെന്തായാലും എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഈ സിനിമയിലും ലൂസിഫറിലെ പോലെ തന്നെ പവർഫുള്ളായ രാഷ്ട്രീയമുണ്ട്. ഇതിൽ ഫുള്ളും രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ തീവ്രവാദമുണ്ട്, മതപരമായ കാര്യങ്ങളുണ്ട്, കിടിലൻ ആക്ഷൻ രംഗങ്ങളുണ്ട്, ഗംഭീര മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ എൻഡ് എത്തുമ്പോൾ ഉള്ള ആ പേരിടുന്ന സമയത്തുള്ള ആ പാട്ടും കൂടി നന്നായി വന്നിട്ടുണ്ട്. അതേപോലെ ഖുറേഷി അബ്രാമിന് എൻട്രാവുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന മ്യൂസിക് ലൂസിഫറിൽ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കിനേക്കാൾ, ആ എൻട്രാകുന്ന ആ പ്രധാന സീനിൽ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കിൽ നിന്ന് വ്യത്യാസമുണ്ട്. കാരണം സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് ലൂസിഫറിൽ, ഇതിൽ ഖുറേഷി അബ്രാമാണ്. ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചുള്ള മ്യൂസിക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ പാർട്ട് 3 വരുമ്പോൾ ഗംഭീരമാകും എന്നൊരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ കുറേ പോരായ്മകളും ഞാൻ കണ്ടു. അതേസമയം നല്ല കിടിലൻ രംഗങ്ങളും നല്ല വശങ്ങളും ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഒരു ഹോളിവുഡ് മൂവി എന്ന നിലയ്ക്ക് കണ്ടിരിക്കാം, കുഴപ്പമില്ല.